ഇന്ന് നമുക്ക് തലശ്ശേരി സ്റ്റൈലിൽ ഒരു നാടൻ ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളാണ് റെഡിയാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. ഞങ്ങളുടെ ഇവിടെ ഒരു ഉമ്മുമ്മ തലശ്ശേരിയിലുള്ളത്, അവരുടെ റെസിപ്പിയാണിത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇടിച്ചക്ക കണ്ടില്ലേ, കുറച്ച് വലുപ്പത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഇടിച്ചക്കയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇടിച്ചക്ക നമ്മളിവിടെ 2-3 തവണ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ എല്ലാ വശത്തേക്കും എത്താനാണ്. ഇനി ഇതിലേക്ക് ഇടിച്ചക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. 3 വിസിലിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇടിച്ചക്ക നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു ഓട്ടപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിൽ വെള്ളം ഊറ്റിക്കളയാണ്. ചൂടാറിയ ശേഷം നമ്മുടെ ഇടിച്ചക്ക ഇതുപോലെ കൈ വെച്ച് നല്ല പോലെ ഉടച്ചെടുക്കുകയാണ്. നല്ല വെന്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഈ ഇടിച്ചക്കയ്ക്ക് ടേസ്റ്റ് കൂടുതലാവുന്നത്. അല്ലാതെ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടി 2 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കുന്നുണ്ട്. 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞതും ഒരു ചെറിയ സവാളയുടെ കഷ്ണം ചെറുതായി അരിഞ്ഞതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് നമ്മളത് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്ത ശേഷം 2 വറ്റൽമുളക് കൂടെ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് 2 കൈപ്പിടിയോളം തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നല്ലപോലെ ചൂടായി വന്ന ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇടിച്ചക്ക കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നന്നായി വറവൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ നമ്മൾ ഇളക്കി എടുക്കേണ്ടതാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ തലശ്ശേരി സ്റ്റൈലിൽ തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയ ഇടിച്ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.